കോലഞ്ചേരിയിൽ ഒരു പണിയില്ലാതെ കുറേ ആളുകൾ ഇങ്ങനെ ബൈക്കും, ഈ കോലഞ്ചേരിയിലുണ്ടല്ലോ തൊഴിലില്ലാത്തവരുടെ ബഹളമാണ്. ഒരു പണിയില്ലാത്ത കുറേ എണ്ണങ്ങളുണ്ട് ഇങ്ങനെ ബൈക്ക് എടുത്ത് നടക്കും രാവിലെ മുതൽ. ഒരു പണിയില്ലാത്ത കുറേ ആളുകൾ നമ്മളെ കോലഞ്ചേരിയിലുണ്ട് ഇഷ്ടംപോലെ. കുറച്ച് പിള്ളേർ അത് ഈ ഡി കമ്പനിക്കും പാകിസ്ഥാൻ്റെ ISIക്കും ഒക്കെ ഇക്കാലത്തും കോലഞ്ചേരിയിൽ നിന്ന് നല്ല റിക്രൂട്ടർമാരെ കിട്ടും. 20 വയസ്സുള്ള പിള്ളേരെ 90കളിൽ അവർക്ക് കിട്ടണ്ടായിരുന്നു, 80കളിൽ കിട്ടണ്ടായിരുന്നു, 90കളിൽ കിട്ടണ്ടായിരുന്നു, 2000 കിട്ടണം, 2010 കിട്ടണ്ടായിരുന്നു, 2020 കിട്ടുന്നുണ്ട്, 2025 കിട്ടുന്നുണ്ട്. കാരണം ഇവിടെ തൊഴിലില്ലായ്മ, ഒരു മനുഷ്യനും പണിയില്ല. ഈ ബൈക്ക് കാലിനിടയ്ക്കായിട്ട് ഇങ്ങനെ ബൈക്ക് എടുത്ത് ഇങ്ങനെ നടക്കാനായിട്ട് അവർ പറയണ പോലെ കുറേ കഞ്ചാവ് മാഫിയയും മറ്റേ ഇതും പറഞ്ഞ വിട്ട് നടക്കാനായിട്ട് കുറേ ആളുകൾ കിട്ടും. എക്കാലത്തും കോലഞ്ചേരി കിട്ടും. 90കളിൽ ഇഷ്ടം പോലെ ഉണ്ട്, 80കളിലും 90കളിലും ഉണ്ടായിരുന്നു, 2000-ലും ഉണ്ടായിരുന്നു, 2010-ലും ഉണ്ടായിരുന്നു. 80-ലും 90കളിലും ഉണ്ടാകുന്ന കുറേ എണ്ണമൊക്കെ UK അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറിപ്പോയി. അന്നത്തെ കൊട്ടേഷൻ ടീമുകൾ അല്ല, ഇവർക്ക് വേണ്ടി കൊട്ടേഷൻ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ. അങ്ങനെ സ്ഥിരമായിട്ട് എല്ലാ കാലത്തും ഇവന്മാർക്ക് കിട്ടുന്നത്. അന്നത്തെ ഇവിടെ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ അതിരൂക്ഷമായ തൊഴിലില്ലായ്മയാണ് കേരളത്തിൽ. ഒരു മനുഷ്യൻ്റെനും പണിയില്ലാതെ ഇങ്ങനെ നടക്കുകയാണ്. ഗവൺമെൻറ്റുകൾ അമ്പേ പരാജയമാണ്. സെൻട്രൽ ആയാലും സ്റ്റേറ്റ് ആണെങ്കിലും ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കണതിൽ. ഏറ്റവും കൂടുതൽ പരാജയം സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. കാരണം ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ളത് കേരളത്തിലാണ്. ബാക്കി എല്ലാ സ്റ്റേറ്റുകളെക്കാളും തൊഴിലില്ലായ്മ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. വേറൊരു സ്റ്റേറ്റിലും കേരളത്തിൻ്റെ അത്രയും തൊഴിലില്ലായ്മയുടെ പ്രശ്നമില്ല. കാരണം ഇതുപോലെ കാലിൻ്റെ ഇടയ്ക്കായിട്ട് ബൈക്ക് എടുത്ത് പുറകെ നടക്കാനായിട്ടില്ല, വേറൊരു സ്റ്റേറ്റിൽ ആളെ കിട്ടില്ല. ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് വന്നിട്ട് ഒരു മനുഷ്യനും പണിയില്ല, ഇങ്ങനെ നടക്കുക. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ജോലിയും കൊടുക്കില്ല, ഉള്ളവൻ്റെ ജോലി കളയിക്കുകയും ചെയ്യും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടച്ചു പൂട്ടിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു പ്രസ്ഥാനമാണ് അവരുടെ. അപ്പോൾ ജോലിയില്ല, ഒരു മനുഷ്യനും ജോലിയില്ല, തൊഴിലില്ലായ്മയാണ്. ഒരു മനുഷ്യനും തൊഴിലില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നടക്കുക. എല്ലാവരും ഇങ്ങനെ ബൈക്ക് കൊടുത്തോണ്ട് ഇങ്ങനെ നടക്കുകയാണ്. കണ്ട കഞ്ചാവ് മാഫിക്കും മറ്റേ മാഫിയ ഉണ്ടല്ലോ, എന്നാ കഞ്ചാവ് പോലെ വേറെ പറഞ്ഞുണ്ടല്ലോ, കുറേ മാഫിയകളുണ്ടല്ലോ, അതുങ്ങൾക്കൊക്കെ വേണ്ടി കൊട്ടേഷൻ പരിപാടിയായിട്ട് ഇങ്ങനെ നടക്കുക ബൈക്കിൽ. കള്ളനോട്ട് മാഫിയയും കഞ്ചാവ് മാഫിയയും അങ്ങനെ കുറേ മാഫിയകളുണ്ട്. തടസ്സങ്ങളാണ്. പോകുന്നില്ല, ഉള്ളിലേക്ക് സൈഡിലേക്ക് മാറി കിടക്കാവുന്ന സുസുക്കി.
എനിക്ക് ഇതാണ് കോൾഡ് വന്നു കേട്ടോ. കോവിഡാർന്നാണ് ആവശ്യം. എനിക്കതിന് കോവിഡിൻ്റെ ലക്ഷണം പോലെ തോന്നിയത്. സാധാരണ പലരും പറഞ്ഞ് വൈറൽ ഫീവർ ആയിരിക്കും. വൈറൽ ഫീവർ പോലെയല്ല എനിക്ക് തോന്നിയത്. കോൾഡും റിലേറ്റഡ് ഇതുമാണ്. വൈറൽ ഫീവർ ആകുമ്പോൾ കോൾഡ് റിലേറ്റഡ് ആണ്. അതിൽ പനിയൊക്കെ കൂടുതലുണ്ടാവില്ല വൈറൽ ഫീവറിലാണ്. ഇത് കോൾഡാണ് കൂടുതലും. പനി കാര്യമായിട്ടില്ല. സിംഗിൾ ഡേ പതുക്കെ ഒന്ന് പനിച്ചേ ഉള്ളൂ. കോൾഡാണ് കൂടുതൽ വന്നത്. അപ്പോൾ ഇത് സാധാരണ കോവിഡിനാണ് ഇങ്ങനെയുള്ള ഇത് വരുന്നത്. റേഞ്ച് റോവറാണുള്ളത്. റേഞ്ച് റോവർ സ്പോർട്സാണ്. ഇതിനൊരുപാട് ഞാൻ കയറിയിട്ടുണ്ട് വെളിയിൽ വെച്ച്. ഉഗ്രം വണ്ടിയാണ്. ഒരു IT കമ്പനിയുടെ ഏതാണ്ട് ജനറൽ മാനേജർ അങ്ങനെ ഉണ്ടായിരുന്നു. പുള്ളി അന്ന് വെളിയിൽ വെച്ച് എന്നെ പള്ളി വരെ ലിഫ്റ്റ് തന്നാണ്. ഉഗ്രം സൂപ്പർ വണ്ടിയാണ് സാർ. റേഞ്ച് റോവർ സ്പോർട്സ് 4x4 സ്പോർട്സ് എന്നും കണ്ട വെളിയിൽ അതിൻ്റെ പേര്. ഷേപ്പ് അന്ന് കുറച്ചുകൂടെ സ്ക്വയർ ടൈപ്പ് ആയിരുന്നു. ഇത് ബോക്സ് ടൈപ്പ് ആയിരുന്നു. അതിൻ്റെ ഷേപ്പ് മാറ്റം വന്നിട്ടുണ്ട്. അത് അന്നത്തെ അതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു early 2000 ആയിരിക്കും. ഞാനത് 10-20 കൊല്ലം മുമ്പുള്ള റേഞ്ച് റോവർ സ്പോർട്സാണ്. ഇതിപ്പോൾ കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നത്. മറ്റേ കുറച്ചും കൂടെ ബോക്സിയാണ് പണ്ടത്തെ റേഞ്ച് റോവർ സ്പോർട്സ്. പണ്ട് ഞാനിവിടെ എൻ്റെ ചെറുപ്പത്തിൽ ചായയും പരിപ്പുവടയും അതിന് ഓപ്പോസിറ്റ് ഒരു കടയുണ്ടായിരുന്നു. ആ കടയൊക്കെ പൊളിച്ചു പോയി. ചായയും പരിപ്പുവടയും ഞാൻ കഴിക്കാറുണ്ടായിരുന്നു പണ്ട്. സ്കൂൾ വിട്ട് ഇങ്ങനെ നടന്ന് അവിടം വരെ പോകും. അവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ചായയും പരിപ്പുവടയും കഴിക്കും. കിട്ടിയിട്ടല്ലേ. ഏതോ കഴപ്പ് മൂത്തൊരുന്ന് അവിടെ കൊണ്ടുവന്ന് ഇത് ചെയ്തിട്ടുണ്ട്. കഴപ്പ് മൂത്ത കുറേ അണങ്ങളുണ്ട് ഇങ്ങനെ കുറേ നടക്കുന്നത്. ദുബായ് ഇന്നുള്ള കുറേ പഴംപട്ടികൾ. അത് മിക്കവാറും ഈ തവണ യുദ്ധം വരുമ്പോൾ ഏതാണ്ട് തീരാനാവും. ബർജ് അൽ അറബും ബർജ് ദുബായും ഒക്കെ ഇങ്ങനെ ഇറാൻ മിക്കവാറും അടിച്ച് നിരപ്പായിക്കോളും. യുദ്ധം കഴിയുമ്പോൾ ജാഫിൻ്റെ പോലെ ആയിക്കോളും ദുബായ്. ഈ അമേരിക്കയും ഇതായിട്ടുള്ള യുദ്ധം വരണ്ട. ആ യുദ്ധത്തോടു കൂടി ഏതാണ്ട് ദുബായ് ജാഫിനെ പോലെ ആയിക്കോളും. ആ അമേരിക്കൻ ഇറാൻ യുദ്ധത്തിന് ശേഷം ജാഫിനെ പോലെയാവും ദുബായ്. അത് അല്ല, ജാഫിനെയല്ല, മറ്റേത് എൻ്റെ പേരിന് ഗാസ പോലെയാവും ദുബായ്. അത് കഴിയുമ്പോൾ അവൻ്റെ ആ സൂക്കേട് കുറേ തീർന്നോളും. ഈ 10-25 കൊല്ലത്തെ കഴപ്പ് ഇറങ്ങണമെങ്കിൽ ഈ യുദ്ധം കഴിഞ്ഞാലേ ഇറങ്ങുള്ളൂ. ആ യുദ്ധം കഴിയുമ്പോൾ ഏതാണ്ട് സൂക്കേടൊക്കെ കുറേ മാറും.
KL 17P 1673.